ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ്റെ ലിവർ കോഴിയുടെ കരൾ കൊണ്ട് വറ്റിച്ചെടുക്കാം. ചിക്കൻ ലിവർ വറ്റിച്ചത്, അതിനായി 1/2 കിലോ ചിക്കൻ ലിവർ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, അത് സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ബേ ലീവ്സ്. ഇത് ബേ ലീവ്സ് നാട്ടിലെ വെണ്ണയില ഉണക്കിയെടുത്തതാണ്. ഇത് ഫ്രഷാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ണയിലയാണ്. നമുക്കിതിൽ കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ പകുതി എടുത്തത്. പിന്നെ 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പില, ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ലാസ്റ്റ് ചേർക്കാനായി മല്ലിയില, വെളിച്ചെണ്ണ, ഉപ്പ്, കുറച്ച് വെള്ളം മതി ഈ ലിവർ ഫ്രൈക്ക്. പിന്നെ മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇത്രയാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ചൂടാകുമ്പോൾ നമുക്ക് സ്പൈസസ് ഇതിലോട്ട് ചേർക്കാം. അതൊന്ന് നോക്കട്ടെ. നോക്കുമ്പോൾ നമുക്കൊരു 2 കറിവേപ്പിലയും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം. അതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം ചെറുതായി നോക്കുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞ് ചേർക്കാം. വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം ഫ്ലെയിമാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. പുളിയൊക്കെ ചെറുതായി വഴറ്റി സമയം നമുക്ക് തക്കാളി ചേർക്കാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറക്കാം, നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരുവിധമൊന്നും വഴന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സൈഡിലോട്ട് മാറ്റിയ ശേഷം മസാലപ്പൊടികൾ ചേർക്കാം. കിലോ ലിവറേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാം 1/2 ടീസ്പൂൺ വെച്ച് മതി. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു നിറത്തിനായി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്, നമ്മൾ നേരത്തെ ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചേർക്കാം. എല്ലാം കൂടെ ഈ ഓയിലൊന്ന് മൂപ്പിക്കാം. എല്ലാം പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇപ്പോൾ ചേർക്കണം. ചേർക്കാൻ മറന്നുപോയി, അത് ഇവിടെ പോകുന്നു.
മിക്സ് ചെയ്ത് പച്ചമണം ഒന്ന് മാറട്ടെ. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലിവർ ചേർത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ചിരിക്കുക. വെള്ളം ഇറങ്ങി വരും. നമുക്ക് പാത്രത്തിൻ്റെ അടപ്പം തുറക്കാം. ലിവറിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിലൊട്ടും വെള്ളം ഇതുവരെ ചേർത്തിട്ടില്ല. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നോക്കിയ ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായി കിട്ടും. അടപ്പൊന്ന് തുറക്കാം. ഇതെല്ലാം നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിയില ചേർത്ത് ഫ്രൈ നോക്കി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇങ്ങനെയായി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ചിക്കൻ ലിവർ വഴറ്റിയതെല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ലിവർ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചിക്കൻ ലിവർ വറ്റിച്ചത് റെഡി.